അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് കാറ്റഗറി 1 എക്സാം അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കോളജിയുടെ പരീക്ഷ? ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നി കേട്ടോ. നല്ലൊരു എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നി. ഏകദേശം എന്തായാലും 25 ആ ലെവലിലൊക്കെ മാർക്ക് 20-25 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം പഠിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആൻസർ കീ ഒന്ന് വിശകലനം ചെയ്യാം. അപ്പൊ ആമുഖമായിട്ട് പറയാണ്, ഇത് പരീക്ഷാ ഭവന്റെ ആൻസർ കീ അല്ല. പരീക്ഷാ ഭവന്റെ ആൻസർ കീ വരുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഓക്കെ, അത് അഡ്വാൻസ് ആയിട്ട് പറയാണ്. എന്തായിരുന്നാലും നിങ്ങളുടെ മാർക്ക് ഒരു വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഇതിനകത്തേക്ക് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, വികാസ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു അധ്യാപികക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ പെടാത്തത്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ഏതാണ് ഒന്നാമത്തെ ആൻസർ വരുന്നത്? ഏതാണ്? കുട്ടികൾ വ്യത്യാസം നിലനിൽക്കുന്നു എന്നറിയാൻ പറ്റുന്നതാണോ? പരിസരത്തെ കുട്ടികൾക്ക് അനുഗുണമാക്കാം എന്ന് മനസ്സിലാക്കുന്നതാണോ? അതല്ല, കുട്ടികളുടെ കഴിവുകൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാതെ ക്ലാസ് റൂം പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകാൻ പറ്റും. അപ്പോൾ കഴിവുകൾ അതിന് മാത്രം പ്രോത്സാഹിപ്പിക്കാതെ ക്ലാസ് റൂം പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകാൻ പറ്റും. കുട്ടികളുടെ പെരുമാറ്റത്തിലും മറ്റുമുള്ള അസ്വാഭാവികത കണ്ടെത്താനും പരിഹരിക്കാനും പറ്റും. ഇത് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സി ആണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വായിക്കാൻ കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് നോക്കി പോകാലോ. ഇനി രണ്ടാമത്തെ ചോദ്യം, PW ആക്ട് പാസ്സാക്കിയിട്ടുള്ള വർഷം ഏതാണ് എന്നുള്ളതാണ്. പാസ്സാക്കിയിട്ടുള്ള വർഷം 1995. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ക്ലാസ് മുറിയിൽ പുസ്തകം തുറന്നിരിക്കാൻ മടിയുള്ള കുട്ടിയാണ് ലിൻഡോ. ടീച്ചർ പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നത്തെ കണ്ടെത്തി പരിഹരിക്കാൻ താഴെ പറഞ്ഞില്ല ഏത് മാർഗം ഉപയോഗിക്കാം? അവന്റെ പ്രശ്നം കണ്ടെത്തുന്നതിന് ഏതാണ് ഉപയോഗിക്കുന്നത്? കേസ് സ്റ്റഡി അല്ലെ, ഏക വ്യക്തി പഠനം എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം. ഇനി അധ്യാപക അഥവാ ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള രീതികളിൽ പെട്ടത് ഏതാണെന്നുള്ളതാണ്. ഇൻഡക്റ്റീവ് മെത്തേഡ് ആണോ? മലയാളം വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇംഗ്ലീഷ് ഓപ്ഷൻ വായിക്കണം. ഇൻഡക്റ്റീവ് മെത്തേഡ് ആണോ, ഡെമോൺസ്ട്രേഷൻ ആണോ, പ്രൊജക്ട് മെത്തേഡ് ആണോ, പ്രോബ്ലം സോൾവിംഗ്? അത് ടീച്ചർ സെന്റേർഡ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ് നമുക്കറിയാം എന്താണ്, ലേണർ സെന്റേർഡ് ആണ്. പ്രൊജക്റ്റും അങ്ങനെ തന്നെ, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡും അങ്ങനെ തന്നെ. ഇതിനകത്ത് പെടാത്തത്, ഇതിനകത്ത് അധ്യാപകൻ എന്ന് വരുന്നത് അല്ലെങ്കിൽ ടീച്ചർ സെന്റേർഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ്. പഠന ബോധന തന്ത്രങ്ങൾ തയ്യാറാക്കുക അല്ലെ. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കുമുള്ള പ്രവർത്തനം മാത്രം മതി. വിലയിരുത്തൽ, പരിഹാര ബോധന പ്രവർത്തനം എല്ലാം ശരിയാണ്. ഓക്കെ, ഇവിടെ പ്രവർത്തനങ്ങൾ മാത്രം എന്നുള്ളതാണ് വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പഠന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നത് എന്താണ്? പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ വിലയിരുത്തുന്നതിന് നമ്മൾ എന്താ പറയുക? അസസ്മെന്റ് 4 ആണോ, ആസ് ആണോ, ഓഫ് ആണോ? അസസ്മെന്റ് 4 ലേണിംഗ് ആണ് അല്ലെ. ആറാമത്തെ എ ആണ് വരുന്നത്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിരചീടന മധ്യേതാൻ കരയുന്നതിന് ബാലകൻ എന്ന് പറയുന്ന ബാല്യത്തിലെ വികാരങ്ങളുടെ ഏത് തരം പ്രത്യേകതയാണ് ഈ വരികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ക്ഷണികത എന്നുള്ളത് കേട്ടോ. ദെൻ വളർച്ചയുടെ ലക്ഷണങ്ങളിൽ പെടാത്തതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വളർച്ചയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് നമുക്കറിയാം, ജനനം മുതൽ മരണം വരെ എന്താണ് അനുസൃതം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുമോ? അപ്പൊ അതിനകത്ത് പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. മരണം വരെ വളർന്നുകൊണ്ടിരിക്കില്ലല്ലോ. അടുത്തത് സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് പുസ്തകം, ആ കൃതി ആരുടേതാണ്? ഓപ്ഷൻ എ BF സ്കിന്നർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 9ാമത്തെ എന്താണ്? എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. 10 പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വിലയിരുത്തി പഠന നേട്ടങ്ങളുടെ അളവ് കണ്ടെത്തുന്ന രീതിക്ക് എന്താ പറയുന്നത്? പഠന പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് അല്ലെ. അപ്പോൾ പോർട്ട്ഫോളിയോ അസസ്മെന്റ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് 10ാമത്തേത്. 11 കുട്ടിയുടെ സ്വയം തിരുത്തൽ സ്വഭാവം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓക്കെ, ഇവിടെ എന്താണ്? കുട്ടികളെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. അനുഭവങ്ങളിലൂടെയും ഫീഡ്ബാക്കുകളിലൂടെയും സ്വന്തം ധാരണകൾ പരിഷ്കരിക്കാനുള്ള ആന്തരിക കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകുക. അതാണ് കുട്ടികൾ സ്വയം തിരുത്തൽ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദെൻ 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ രക്തസംബന്ധമായ രോഗാവസ്ഥ ഏതാണ്? രക്തസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ അനീമിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
13ാമത്തെ ചോദ്യം, കുട്ടികളുടെ പരാജയ കാരണങ്ങളിൽ പെടുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാ? ശരിയായിട്ടുള്ള പ്രസ്താവന, പരാജയ കാരണങ്ങളിൽ വരുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഭയം, പഠന പിന്തുണയില്ലായ്മ, അത് പരാജയമായിട്ട് വരാം. അതുപോലെ തന്നെ വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന രീതി, ഭയം വരാം. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതില് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ലാതെ ചെറിയ സംശയമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആൻസർ കീ വരെ നോക്കാം. പിയാഷയുടെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് നിദാനമായ 4 ഘടകങ്ങളിൽ പെടാത്തത് ഏത്? പിയാഷയുടെ പെടാത്തത് റീഇൻഫോഴ്സ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അത് സ്കിന്നറുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. 14ാമത്തെ ബി ആണ്. 15ന്റെ ആൻസർ എത്ര ശതമാനമാണ്? അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരെ കുട്ടികൾ എത്ര ശതമാനം വരെയുള്ളവരാണ് പൊതുവിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാനാകുന്നത്? ഇവിടെ 70% അതാകാനാണ് സാധ്യത. ഇനി 16ാമത്തെ ചോദ്യം, ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതിൽ കൂടുതൽ ഉള്ള തൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതാണെന്നുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത്. ഭാഷാപരമായിട്ടുള്ളതല്ല, പരീക്ഷണ നിരീക്ഷണങ്ങളല്ല, സ്കൂളിലെ പ്ലാൻ ഉണ്ടാക്കുക, കൊളാഷ് നിർമ്മിക്കുക അല്ലെ. അപ്പോൾ 3ഉം 4ഉം ആണ് ശരി. ഓപ്ഷൻ ബി സി ആണ് ശരി. 3ഉം 4ഉം വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവർ ഏതാണ് കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യ ഘടകമായിട്ട് കണക്കാക്കാവുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. ബോധന രീതികൾ, ടീച്ചിങ് മെത്തേഡ്സ് ആണ് വരുന്നത് കേട്ടോ. ഇനി എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അനുസരിച്ച് ഒരു കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ഏതാണ് അല്ലെ? ശാരീരിക ആവശ്യമാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സ്. 19ാമത്തെ ചോദ്യം, ബുദ്ധി, അതുപോലെ അഭിക്ഷമതകൾ, മനോഭാവം, ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഇന്റലിജൻസ്, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ കൂടുതൽ പ്രാപ്തമാക്കിയ ഘടകം ഏതാണ്? കൂടുതൽ പ്രാപ്തമാക്കിയ ഘടകം ഹെറിഡിറ്റി ആണ് കേട്ടോ. ഹെറിഡിറ്റി എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, ഒരു കുട്ടി ഗണിത ക്രിയകൾ ചെയ്യുമ്പോൾ ആവർത്തിച്ച തെറ്റുകൾ വരുത്തുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇതൊക്കെ ജസ്റ്റ് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത്. തെറ്റിലേക്ക് നയിക്കുന്ന പ്രയാസം തിരിച്ചറിയാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു, തെറ്റിയെ ആവർത്തിച്ച് ചോദിക്കുന്നു, ശിക്ഷ നൽകുന്നു, രക്ഷിതാവ് കുട്ടിയെ നന്നായി പഠിപ്പിക്കാൻ വിടുന്നു അല്ലെ. ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനം അല്ലെ. പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനം എന്ന് പറയുന്നത് ഏതാണ്? എൻ ആക്റ്റീവ് സ്റ്റേജ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ആക്ഷനുമായി. ഇനി 22ാമത്തെ ചോദ്യം, ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരെ കുട്ടികൾക്ക് പരിരക്ഷയും പരിശീലനവും പകൽ സമയം മാത്രം നൽകുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾ. 23ാമത്തെ ചോദ്യം, ക്ലാസ് മുറിയിൽ അനുഭവാധിഷ്ഠിത പഠനം അല്ലെ, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് ഏതാണ്? പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാവണം, പഠിതാക്കളെ പൂർണ്ണ സമർപ്പണം ഉറപ്പാക്കണം, പഠനോപകരണങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ പെടാത്തതാണ് പഠനോപകരണം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതാണ്. അത് തെറ്റാണ്. 23ലെ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 24ാമത്തെ ചോദ്യം, ശിശു സൗഹൃദ പഠനാന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, മാതൃഭാഷയാണോ, വിദേശ ഭാഷയാണോ? നമുക്കറിയാം സി ആണ്, മാതൃഭാഷയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 25ാമത്തെ ചോദ്യം, ഭാഷ കേട്ട് മനസ്സിലാക്കാൻ, പറയാൻ, വായിക്കാൻ, എഴുതാൻ, കണക്ക് കൂട്ടാൻ, ഇതൊക്കെയുള്ള ബുദ്ധിമുട്ട് ഏതാണ് വരുന്നത്? ലേണിംഗ് ഡിസബിലിറ്റി ആണ് അല്ലെ. 25ാമത്തേത് ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നതിൽ കുട്ടി ഒരു ശാസ്ത്ര പര്യവേക്ഷകയാണ് എന്ന ആശയത്തെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതായിരിക്കും? ടീച്ചർ പറയുന്നത് എന്തനുസരിക്കുന്നതാണോ? പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങുന്നതാണോ? ചുറ്റുപാടുമായി ഇടപെടുകയും പരീക്ഷണങ്ങളുടെ നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യുക. ആണ്ടാ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് കാണാൻ പാടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. 26 സി ആണ്. ചിത്രം വരച്ച് നിറം നൽകുന്നതിനോടൊപ്പം 5 വയസ്സിൽ കുട്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഏത് തരം വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ചിത്രം വരച്ചതാക്കുക, നിറം കൊടുക്കുക എന്ന് പറയുന്നതിൽ ഏതാണ് വരുന്നത്? കറക്റ്റ് ആയിട്ട് വരുന്നത് ഫൈൻ മോട്ടോർ ആക്ട് അല്ലേ, സൂക്ഷ്മപേശി വികാസം എന്നാണ്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്
ഇമോഷണൽ അല്ല, സോഷ്യൽ അല്ല, ലാംഗ്വേജ് അല്ല. ചിത്രം വരയ്ക്കുക എന്നുള്ളതല്ലേ, വരച്ച് നിറം കൊടുക്കുക എന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം, ചെറിയ ക്ലാസ്സുകളിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കണമെങ്കിൽ കൊടുക്കാവുന്ന പ്രവർത്തനം ഏതാണ്? എല്ലാവരുടെയും സഹകരണം, പ്രസംഗമാണ്, പാട്ട് പാടലാണ്, കഥ പറയലാണ്, സംഘകളി അല്ലെ? ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 29ാമത്തെ ചോദ്യം, വൈഗോട്സ്കിയുടെ കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഏതാണ്? ഹെറിഡിറ്റി ആണോ, സോഷ്യൽ ഇന്ററാക്ഷൻ ആണോ, ഫിസിക്കൽ മെച്ചൂരിറ്റി ആണ്, ഗ്രേഡ് ആണോ? സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്, അല്ലെ സാമൂഹിക ഇടപെടലുകളാണ്. 30ാമത്തെ ചോദ്യം, പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എത്തുന്ന കുട്ടിയുടെ വികാസഘട്ടത്തെ വിളിക്കുന്ന പേര് എന്താണ്? വികാസഘട്ടത്തെ വിളിക്കുന്ന പേര് ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്, 3 വയസ്സ് മുതൽ അല്ലെ? ഏർലി പ്രീ പ്രൈമറി ആണല്ലോ, അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് ആണ് വരുന്നത്. അപ്പോ K1ന്റെ ആദ്യത്തെ 30 സൈക്കോളജിയുടെ ആൻസർ കീ ആണ് ഇപ്പൊ നമ്മൾ വിശകലനം ചെയ്തത്. ഞാൻ വീണ്ടും പറയുന്നു, ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, പരീക്ഷ ആൻസർ കീ വന്നപ്പോൾ 1-2 മാറിയേക്കാം. എന്തായിരുന്നാലും നല്ലൊരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന, എങ്ങനെ നോക്കിയാലും ഒരു 25 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറേയൊക്കെ ചിന്തിക്കാതെ തന്നെ നമുക്ക് ആൻസർ പറയാം, അത്ര വലിയ എന്തോന്നും വേണ്ട. സോ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നുള്ളത് താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.